ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടാണ് ഞാൻ അന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്തോ ഒരു വയ്യായ്ക ഉള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ മടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ പോകുന്നേക്കാൾ മുമ്പ് ഗോകുവിനൊരു ഗ്ലൗസ് വാങ്ങണമായിരുന്നു. അതായത് പെട്രോളും ഡീസലൊക്കെ കൈ മുക്കുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു ഗ്ലൗസ് വാങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ എന്താ പറയുക, ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഫുഡ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാശിക്കുട്ടിന് പറഞ്ഞത് വെള്ളയപ്പമായിരുന്നു, വെള്ളയപ്പം കടലക്കറിയും. പിന്നെ ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും ബീഫാണ് കേട്ടോ. അപ്പോൾ തൃപ്പൂണിത്തുറയിലുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. പക്ഷേ ഫുഡ് ചിലപ്പോൾ നമ്മൾ രണ്ടാളും പക്ഷേ ഞങ്ങളുടെ രണ്ടാളുടെ ഫാമിലി ആ ഒരു ഫീൽഡായത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായത്. ശരിക്കും പൊറോട്ടയൊക്കെ 2 ദിവസത്തേക്ക് ചൂടാക്കി തന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് നേരെ ഞങ്ങൾ റിലയൻസ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. പിന്നെ ഈ ഒരു സംഭവം കാശിക്കുട്ടൻ്റെ മസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം വെച്ചാൽ അവന് ചോറ് കൊടുക്കുമ്പോൾ ആ ഒരു തൈരും കൂട്ടി കൊടുത്താൽ നന്നായി കഴിക്കും. പിന്നെ കാശിക്കുട്ടന് ഒരു സ്മൈലി വാങ്ങി. പിന്നെ ഈ ഒരു അച്ചാർ, ഈ ഹോട്ട് ആൻഡ് സ്വീറ്റിൻ്റെ അച്ചാർ കിട്ടില്ലൻ അച്ചാറാണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങി ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കാബേജ് തോരനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാബേജ് തോരൻ ഉണ്ടാക്കിയത്. പക്ഷേ കുഴപ്പമില്ല, സക്സസ് ആയി. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഓംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കാശിക്കുട്ടന് ചോറ് കൊടുത്തു. കാരണം അവന് ഞാൻ കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കട്ടെ. അപ്പോഴേക്ക് നമ്മുടെ കെട്ടിയവൻ എത്തി. അവൻ അറിയണ്ടായിരുന്നില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം. അപ്പോൾ എന്നെ കളിയാക്കി കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളും ഫുഡ് കഴിച്ചു. ഞങ്ങൾ ചോറ്, കാബേജ് തോരൻ, മുട്ട ഓംലേറ്റ്, അച്ചാറും കൂട്ടിയിട്ട് അങ്ങനെ ചോറുണ്ടു. പിന്നെ ഗോകു വന്നപ്പോൾ ടാങ്ക് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഞാൻ അത് കലക്കി വെക്കുമായിരുന്നു കേട്ടോ. അത് ഞാൻ ഐസൊക്കെ ഇട്ടിട്ട്, കാരണം അവൻ ഓൾമോസ്റ്റ് പോകേണ്ട സമയമായിരുന്നു. അപ്പോഴേക്കും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കാശിക്കുട്ടിനെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ കാശിക്കുട്ടിനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ട്, കാരണം എനിക്ക് അവിടെ ഇച്ചിരി പണിയുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അവനെ കൊണ്ടുപോയി. അങ്ങനെ അപ്പോഴേക്കും ഗോകു പോകേണ്ട സമയമായി. അങ്ങനെ ഗോകുവിന് ടാങ്കൊക്കെ ഞാൻ കലക്കി കൊടുത്തത്. അവനും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവൻ അവൻ്റേതായിട്ടുള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അവനും ഒരു വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെയും പറഞ്ഞു വിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. എന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഓംലെറ്റ് കൊണ്ട് ഉണ്ടാക്കി. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം.